വളരെ ഷുവറാണ്, ഒരു സംശയം വേണ്ട. ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 4 to 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാകും. 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ മിനിമം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രോസസ്സുകൾ. പഠിക്കാത്തവരുണ്ട് എങ്കിൽ മിനിമം, ഇനിയും പഠിക്കാത്തവരുണ്ട് എങ്കിൽ മിനിമം ഈ ടോപ്പിക്കുകളെങ്കിലും കവർ ചെയ്തിട്ട് വേണേ പോകാൻ. ഇതിലുള്ള ഭയങ്കര സന്തോഷമുള്ള സമയമാണിത്. കേരളത്തിലെ എല്ലാ ലീഡിംഗ് പത്രങ്ങളിലും നമ്മുടെ ക്ലാസ്സിലിരുന്ന് പഠിച്ച റേസിൻ്റെ കുട്ടികളുടെ ചിരിച്ച മുഖം അങ്ങനെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ജെയില് നല്ല മാർക്ക് വാങ്ങിച്ച എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ നീറ്റിലെ കുട്ടികളോട് ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നിയത്. നീറ്റ് എക്സാം ഏറ്റവും സീരിയസ് ആയി നോക്കേണ്ട സമയമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിസിക്സിൽ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സുകളും കൂടുതൽ വെയിറ്റേജുകളുള്ള ചാപ്റ്റേഴ്സുകളും അതേപോലെ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില പോർഷൻസുകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചു വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എക്സാമിനോട് വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇനി കൂടുതൽ സമയം പഠിക്കാനില്ല. കുറേ പേര് പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠിച്ചവർ, എല്ലാ ഭാഗവും വൃത്തിയായി പഠിച്ചവർ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ ഒരു ഭാഗം മാത്രം പഠിച്ചുകൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യുക, 100% മാർക്ക് സ്കോർ ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നോക്കണേ, ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ മിനിമം എന്ത് ചെയ്യുക, ഈ പറയുന്ന പോർഷനെങ്കിലും പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് പഠിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫിസിക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഒരു വലിയൊരു മാർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ശ്രദ്ധിക്കണം, എല്ലാ ഭാഗവും നമ്മൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഈ പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 4-5 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു റീജിയൻ നമുക്ക് ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. നോക്കാം, നമുക്ക് ഫിസിക്സിൽ ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഏകദേശം ഒരു 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസുകൾ വരെ ചോദിച്ച് കാണുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണം, ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, നീറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ ഷുവറാണ്, ഒരു സംശയം വേണ്ട. ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടായിരിക്കും. ഒരു ഡയമെൻഷണൽ ഫോർമുല ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ എറേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം ഒരിക്കലും വിട്ടുപോകരുത്. എററിൻ്റെ ഭാഗത്തുനിന്നും ഇതുപോലെ ഉണ്ടായിരിക്കും ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സിനെ കുറിച്ചും എറേഴ്സിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നതാണ്. ആ ഒരു ഭാഗവും വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു ഭാഗം കൂടിയും ഇവിടെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർനിയർ കാലിപ്പർ ആൻഡ് സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിനെ കുറിച്ച് ലീസ്റ്റ് കൗണ്ട് മെഷർ ചെയ്യാനും. ഓക്കെ, ഇതിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഓർത്തിരിക്കണം, ലീസ്റ്റ് കൗണ്ട് മെഷർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മറ്റൊന്ന് റീഡിംഗ് എടുക്കാനും ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ലീസ്റ്റ് കൗണ്ട് ആൻഡ് റീഡിംഗ്. പിന്നെ സ്ക്രൂ ഗേജ് ആണെങ്കിൽ അവിടെ ഓർത്തിരിക്കേണ്ടത് പിച്ച് കാണുക എന്നുള്ളതും ഓർത്തിരിക്കണം. ഈ കാണുന്ന പോയിന്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണേ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു 1 അതല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 1 to 2 ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാറുള്ളത്. അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ്സുകൾ, അതേപോലെ തന്നെ വെലോസിറ്റികളെ കുറിച്ചും ആക്സിലറേഷനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. അതുതന്നെയാണ് ആവറേജ് സ്പീഡ്, അതേപോലെ തന്നെ ആവറേജ് വെലോസിറ്റി എന്നുള്ള ടോപ്പിക് തന്നെയാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. മറ്റൊരു ഭാഗം ഇതിൻ്റെ ഗ്രാഫിക്കൽ സെക്ഷനാണ്. നമുക്കറിയാം, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരുന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, AT ഗ്രാഫ്, അതല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. അപ്പോൾ അത് പഠിക്കണം. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണേ. ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് കൈനമാറ്റിക് ഇക്വേഷൻ, അതേപോലെ ഫ്രീ ഫോൾ എന്നുള്ളത്. ശ്രദ്ധിക്കണേ, ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൂടി നമുക്കുണ്ട്. നോക്കണം, കൈനമാറ്റിക് ഇക്വേഷൻസ് ആൻഡ് ഫ്രീ ഫോൾ.
കൈനമാറ്റിക് ഇക്വേഷനെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? V is equal to U plus AT, S is equal to UT plus half AT square, V square is equal to U square plus 2AS എന്ന് പറഞ്ഞ ഇക്വേഷനും അതേപോലെ തന്നെ ഫ്രീ ഫാൾ എന്ന് പറഞ്ഞ ആ ഒരു മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രോബ്ലംസുകളും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ മിനിമം ഇത്ര ഭാഗം കൂടിയും അവസാനം ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കൂടി കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. മോഷൻ്റെ പ്ലെയിനിലും ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. 1 അതല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വരെ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ചാപ്റ്ററിൽ നിർബന്ധമാണ്. ഓർത്തിരിക്കേണ്ടത്, ഒന്നാമത്തെ സെക്ഷൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്നുകിൽ ചോദിക്കാൻ സാധ്യത കാണുന്നത് ഈ കാണുന്ന വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം, ഡോട്ട് പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വെക്ടറിന്റെ സെക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. മറ്റൊരു ഭാഗമാണ് പ്രൊജക്റ്റൈൽ മോഷൻ. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്ത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് പലപ്പോഴായിട്ട് എക്സാമുകൾക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ച് കാണുന്ന ഒരു റീജിയനാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്നുള്ളത്. നോക്കണേ, അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ മോഷനുള്ള 2-3 ടേമുകൾ, ഒന്ന് റേഞ്ച്, അതേപോലെ തന്നെ മാക്സിമം ഹൈറ്റ്, മറ്റൊന്ന് നമുക്കറിയാം ടൈം ഓഫ് ഫ്ലൈറ്റ്, അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി. മനസ്സിലാക്കണേ, ഇക്വേഷൻ ഓഫ് ട്രാജക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സും കൂടി ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സും അതേപോലെ തന്നെ വർക്ക് എനർജി തിയറം. ഓർത്തിരിക്കണേ, വർക്ക് എനർജി തിയറം എനർജി കൺസർവേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചാപ്റ്ററുകളിലേക്കൊക്കെ സ്ഥിരമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു റീജിയനാണ് വർക്ക് എനർജി തിയറം എന്നുള്ളത്. Okay, work is equal to change in kinetic energy, work is equal to minus of change in potential energy, work is equal to change in total energy എന്നൊക്കെ പറഞ്ഞിരുന്ന വർക്ക് എനർജി തിയറം വിട്ടുപോകരുത്. അതുപോലെ തന്നെ വർക്ക് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കും കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അഥവാ ക്വസ്റ്റ്യൻ എങ്ങാനും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് വർക്ക് അഥവാ ഫോഴ്സ് വർക്കുമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വർക്കുമായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകൾ മേ ബി ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ടുവരാറുണ്ട്. നോക്കണേ, അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൊളീഷൻ. ഓർത്തിരിക്കണം, എല്ലാ കൊളീഷനിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. കൊളീഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ എപ്പോഴും മൊമെൻറ്റം കൺസർവേഷൻ നമ്മൾ വളരെ സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും നമുക്കൊരു 1 to 2 ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാവും, പ്രതീക്ഷിക്കാവും. ഒരു മിനിമം 1 ക്വസ്റ്റ്യൻ, എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻ വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വൺ തെർമോഡൈനാമിക്സ്. ഓർത്തിരിക്കണേ, വളരെ സിമ്പിളായിട്ട് ചാപ്റ്ററാണ്, കാര്യമായിട്ട് ഒന്നുമില്ല. ഇതിൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ഭാഗമൊന്നും ഇന്ന് നമുക്ക് ഡിലീറ്റഡ് പോർഷനിൽ വരുന്ന ടോപ്പിക്കുകളാണ്. എന്നിരുന്നാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രോസസ്സുകൾ, ഒന്ന് അഡിയബാറ്റിക് പ്രോസസ്സും മറ്റൊന്ന് ഐസോ തെർമൽ പ്രോസസ്സുമാണ്. ഒരിക്കലും ഈ ഒരു ഭാഗം മറന്നു പോരുത്, അഡിയബാറ്റിക് പ്രോസസ്സും ഐസോ തെർമൽ പ്രോസസ്സും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് PV ഗ്രാഫ്. നോക്കണം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ആ പ്രോസസ്സുകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്നതാണ് PV ഗ്രാഫ്. അഡിയബാറ്റിക് പ്രോസസ്സ്, ഐസോതെർമൽ, അങ്ങനത്തെ എല്ലാ പ്രോസസ്സിലൊക്കെ ഉണ്ടാകുന്ന PV ഗ്രാഫുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കണം, ആ ഒരു ഗ്രാഫും കൂടി നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഈ കഴിഞ്ഞ ജെയ്ക്ക് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PV ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസുകളായിരുന്നു കണ്ടുവന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീറ്റ് എക്സാമിനും PV ഗ്രാഫുകൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഓർത്തിരിക്കണം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാറുള്ളത്. മേ ബി കൈനറ്റിക് തിയറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. വളരെ സിമ്പിളാണ്, നമുക്ക് പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസുകളൊന്നും ചോദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിയാത്തൊരു ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ മക്കളെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയും അതേപോലെ തന്നെ മീൻ ഫ്രീ പാത്ത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മീൻ ഫ്രീ പാത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും അതിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പലപ്പോഴും ചെയ്യാറുണ്ട്, ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ മക്കളെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു 1/√2 n/d² എന്ന് പറഞ്ഞ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോള്യം ആണ്. ഓർത്തിരിക്കണേ, ഈ കാണുന്ന ഇക്വേഷനും ഈ ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്
SSL ഓർത്തിരിക്കണം. നോക്കണേ, ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് പ്രതീക്ഷിക്കാവുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്, 1 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബോണസാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നോക്കിയേ, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും തറവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നോക്കണേ, ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡ്യൂ ടു ഹൈറ്റ്, ഡെപ്ത്, ആ അപ്രോക്സിമേഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മറ്റൊന്ന്, വർഡൻ ടു റൈസ് എ ബോഡി ഇൻ ടു എ ഹൈറ്റ് h വർക്ക് ഈസ് ഈക്വൽ ടു mgh ഡിവൈഡ് ബൈ 1 + h/r². അല്ലേ, നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് ആ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോബ്ലംസുകൾ. കൂടെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, അതേപോലെ എനർജി. നോക്കണേ, ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, അതിലുണ്ടാകുന്ന എനർജി, പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നമ്മൾ കാണുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു. അതോടുകൂടി അവസാനമായിട്ട് നിങ്ങൾ ഏതും കൂടി മനസ്സിലാക്കണം, നമ്മുടെ കെപ്ലേഴ്സിൻ്റെ ലോസ്, അതിൽ ലോ ഓഫ് ടൈം പീരീഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോബ്ലംസുകളും ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കണേ, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. നോക്ക്, അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. 2 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 1 അതല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ വരെ മേ ബി എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രാവിറ്റേഷനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നോക്കണേ, റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിരിക്കണം. നോക്കണേ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിഫറെൻറ്റ് ബോഡീസ് നമുക്കറിയാം. പാരലാക്സിസ് തിയറവും പെർപെൻഡിക്കുലർ തിയറവും ഉപയോഗിച്ച് റിങ്, ഡിസ്ക്, സ്ഫിയർ പോലെ ഉണ്ടാകുന്ന എല്ലാ റിജിഡ് ബോഡികളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അത് ഓരോ ആക്സിസിനെ അബൌട്ടായിട്ട് ഏരിയ റിമൂവ് ചെയ്യുന്ന പോർഷനെ കുറിച്ച്, അത്തരത്തിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോഡീസിനെ കുറിച്ചുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല പ്രാവശ്യങ്ങളും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത്. അതുമാത്രമല്ല, അതേപോലെ തന്നെ അതിനോട് തന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനും കൂടിയുണ്ട്, അഥവാ ടോർക്ക്. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ. ആ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ, മക്കളെ നന്നായിട്ട് ഫോക്കസ് ചെയ്യണേ. അഥവാ മാസ് കാണാൻ, സ്കെയിലിൻ്റെ മാസ് കാണാൻ, അതല്ലെങ്കിൽ അൺനോൺ മാസ് കാണാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗം അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ മറ്റൊന്നാണ് ആങ്കുലാർ മൊമെൻറ്റം കൺസർവേഷൻ. I⍵ ഈസ് എ കോൺസ്റ്റൻറ്റ്. പറഞ്ഞേ, I⍵ ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആങ്കുലാർ മൊമെൻറ്റത്തിൻ്റെ അത്തരത്തിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളും വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. പഠിക്കാത്തവരുണ്ട് എങ്കിൽ ഇനിയും പഠിക്കാത്തവരുണ്ട് എങ്കിൽ മിനിമം ഈ ടോപ്പിക്കുകളെങ്കിലും കവർ ചെയ്തിട്ട് വേണേൽ പോകാൻ, ഇതിലുള്ള ക്വസ്റ്റ്യൻസുകളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണേൽ പോകാൻ ഓർത്തിരിക്കണം. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 to 3 ക്വസ്റ്റ്യൻസുകൾ വരെ മേ ബി എന്ത് ചെയ്യാം, റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓർത്തിരിക്കണേ, ഇത് വേരി ചെയ്യാം. ഇതുവരെ ചോദിച്ച കണക്ക് പ്രകാരം ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാം എന്നുള്ളതാണ് ഓർത്തിരിക്കണേ. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. എന്ന് പറയുന്ന പോലെ തന്നെ വേവ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ. നമുക്കറിയാം വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. വേവ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട 2 സാധനം, ഒന്ന് നമുക്കറിയാം സ്റ്റാൻഡിങ് വേവ്സും, മറ്റൊന്നാരാണ് സ്റ്റേഷനറി വേവ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. വേവ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ സ്ട്രിങ്. ഓർത്തിരിക്കണേ, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആൻഡ് ഓർഗൺ പൈപ്പ്. നമുക്കറിയാം ഓപ്പൺ ഓർഗൺ പൈപ്പും ക്ലോസ്ഡ് ഓർഗൺ പൈപ്പിലും ഉണ്ടാകുന്ന എന്ത് പറയാൻ പറ്റുന്നത് വേവ്സ്, സ്റ്റാൻഡിങ് വേവ്സുകളുടെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞ് അവരുടെ ഫ്രീക്വൻസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കണേ, ആ ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. എന്തായിരുന്നാലും ഈ ചാപ്റ്ററിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 to 2 ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. മെയിൻലി ഒരു 1 ക്വസ്റ്റ്യൻ എങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഇല്ലാതിരിക്കില്ല എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. എന്തായാലും ഇതൊക്കെ പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ ആ ഒരു ഇക്വേഷൻ മറന്നു പോകരുതേ. T = അല്ലെങ്കിൽ വെലോസിറ്റി = ശ്രദ്ധിക്കണം. നമുക്ക് വെലോസിറ്റി കാണുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? പറഞ്ഞ എന്തായിരുന്നു ഇക്വേഷൻ? വെലോസിറ്റി V = √T/μ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണല്ലോ, ഓർത്തിരിക്കണേ. V = √T/μ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവിൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഓർക്കണം. T എന്ന് പറഞ്ഞ ടെൻഷൻ, μ എന്ന് പറഞ്ഞ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരുന്ന ലാപ്ലേസ് കറക്ഷൻ്റെ ഇക്വേഷൻ മറന്നു വരുത്. പറഞ്ഞേ, ഏതായിരുന്ന ഇക്വേഷൻ? V √Γ∣P/ρ എന്നുള്ളതും അതേപോലെ ന്യൂട്ടൺസ് ലോയും നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു സെക്ഷനാണ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ സിമ്പിൾ ഹാർമോണിക്കിൻ്റെ മോഷൻസുകൾ. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ടോട്ടൽ എനർജിൻ്റെ റിസൾട്ട്, ഇത്തരത്തിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളുമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നോക്കണേ, ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്, ഓർത്തിരിക്കണേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 to 2 ക്വസ്റ്റ്യൻസുകൾ വരെ ഇവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്, ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നും അല്ലെങ്കിൽ SH എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അഥവാ ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ മറന്നു പോകരുത്. എന്താ നമ്മുടെ ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ, T = 2π√L/g എന്ന് പറഞ്ഞ ഇക്വേഷനും, അതേപോലെ തന്നെ ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ 2π√M/k എന്ന് പറഞ്ഞ ഇക്വേഷനും മറന്നു പോകരുത്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്പ്രിങ്ങുകളുടെ സീരീസ് പാരലൽ കോമ്പിനേഷനും കൂടി എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കിയേ ആരുള്ളത്, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഒരു ഏകദേശം 4 to 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാകും. 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ മിനിമം എന്തായാലും ഒരു 4 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. നോക്കണേ, ഇവിടുന്ന് ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത്, അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോസസ് ലോ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫ്ലെക്സ് കാണുന്ന ക്വസ്റ്റ്യൻസുകൾ, ആ ഫ്ലെക്സ് കാണുന്ന ക്വസ്റ്റ്യൻസുകളും ഈ ഭാഗത്ത് എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇതേപോലെ തന്നെയാണ് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാം, ആക്സിയലും അതേപോലെ ഇക്വറ്റോറിയലും. അതൊരിക്കലും മറന്നു പോകരുത്. ഈ 2 ഭാഗമാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ സെക്കൻഡ് ചാപ്റ്റർ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ കപ്പാസിറ്റേഴ്സ് എന്തായിരുന്നാലും ഒരു സംശയം വേണ്ട, നമുക്ക് സർക്യൂട്ടിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമാണ്. ഫിസിക്സ് ആണല്ലോ, അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടാവാറുണ്ട്. അത് ഒന്നുകിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് ഈ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഭാഗത്തുനിന്നുണ്ടാകുന്ന സർക്യൂട്ടുകളുടെ ക്വസ്റ്റ്യൻസുകൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫിനിറ്റി സർക്യൂട്ടുകളുടെയും അത്തരത്തിലുള്ള സിമട്രിക് ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ്, ഒരു ചാർജ് കാരണമായിട്ടുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കൂടി നമ്മൾ ആ ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യണേ. അതിൻ്റെ കൂടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് കൂടി എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓർത്തിരിക്കണേ, ഇതൊക്കെയാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മറന്നു പോകരുത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 4 to 5 മാർക്ക് വരെ അല്ലെങ്കിൽ 4 to 5 ക്വസ്റ്റ്യൻസ് മേ ബി ഉണ്ടാവാം. ആ ഫുൾ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഇതും ഒരു നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം 4 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാവുന്ന അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഒരിക്കലും മറക്കരുത്, ഈ ഒരു ചാപ്റ്റർ പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നീറ്റ് എക്സാമിന് പോകരുത്. നോക്കണേ, വളരെ സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓർത്തിരിക്കണം, ഇവിടെയും സർക്യൂട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യത ഈ ഒരു ചാപ്റ്ററിലാണ്. നോക്കണേ, അത് ഒന്നാമതായിട്ട് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ തന്നെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R = ρL/A എന്ന് പറഞ്ഞ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസിലുണ്ടാകുന്ന ചേഞ്ച്, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസിലുണ്ടാകുന്ന വേരിയേഷൻ, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസിലുണ്ടാകുന്ന വേരിയേഷൻ, അത്തരത്തിലുണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഇതന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് സെല്ലുകളുടെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അവ ഇന്റേണൽ റെസിസ്റ്റൻസ് വരുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സെല്ലുകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ സെല്ലുകളുടെ സീരീസ്, അവരുടെ കോമ്പിനേഷൻ, ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഗതിയാണ് കിർച്ചോഫ് റൂൾസുകൾ. മറന്നു പോകരുത്, കിർച്ചോഫിൻ്റെ 2 റൂളുകൾ മക്കളെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ആ 2 റൂളുകളും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കിർച്ചോഫിൻ്റെ കറണ്ട് റൂളും അതേപോലെ തന്നെ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂളും എന്നുള്ള 2 റൂളുകൾ ഓർത്തിരിക്കണം. അത് വെച്ചുണ്ടാകുന്ന പ്രോബ്ലംസുകൾ, അതല്ലെങ്കിൽ അതിന് സർക്യൂട്ടുമായിട്ടുണ്ടാകുന്ന കറണ്ട് കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് കാണാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസുകൾ ആ ഒരു ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കണം.
മാത്രമല്ല ഇവിടെ മറ്റൊന്ന് മീറ്റർ ബ്രിഡ്ജാണ്. മീറ്റർ ബ്രിഡ്ജ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. വ്യക്തമായിട്ട് ഓർത്തിരിക്കണേ. മീറ്റർ ബ്രിഡ്ജും അതേപോലെ തന്നെ വീസ്റ്റോൺ ബ്രിഡ്ജും, രണ്ട് ബ്രിഡ്ജുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട് ഓർത്തിരിക്കുക. ഈ ബ്രിഡ്ജ് സർക്യൂട്ടുകളും ഈ സീരീസ് പാരലൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബ്രിഡ്ജ് സർക്യൂട്ടുകളും സിമിലർലി IVD ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസുകളും, കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി I ഈസ് ഈക്വൽ ടു നീ എവിടെ, അല്ലെങ്കിൽ NEAVD കറണ്ട് ഈസ് ഈക്വൽ ടു NEAVD, അത്തരത്തിലുണ്ടാകുന്ന പ്രോബ്ലംസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നോക്കണേ, 4 to 5 ക്വസ്റ്റ്യൻസുകളാണ് വരാൻ പോകുന്നത്. മറന്നു പോകരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പറഞ്ഞ മക്കളെ. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ബയോ-സവാർട്സ് ലോ എന്ന് പറഞ്ഞല്ലോ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോ-സവാർട്സ് ലോ, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ റിങ് ആൻഡ് വയർ എക്സെട്ര. നമുക്കറിയാം ഒരു ലീനിയർ വയറിന് ശേഷം ഒരു 6 ഡിസ്റ്റൻസ് അകലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു സെമി സർക്കുലർ റിങ്ങിൻ്റെ സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷൻസുകളായിട്ട് പല ടൈപ്പ് കോമ്പിനേഷനുകളിൽ ഉണ്ടാകുന്ന കറണ്ടിനെ കുറിച്ച് ഒക്കെ നമ്മൾ എന്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊന്നാണ് ആംബിയർ സർക്യൂട്ടല്ലോ. നമുക്കറിയാം ഒരു ആംബിയർ സർക്യൂട്ടല്ലോ ആയി ബന്ധപ്പെട്ട ഒരു കണ്ടക്ടറിന് ഒരു 6 ഡിസ്റ്റൻസ് അകലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ആംബിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്തിരുന്നു, കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ, വിത്ത് ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ പഠിക്കേണ്ടത്. വിത്ത് ഡയറക്ഷൻ ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ലേ. ആംബിയർ സർക്യൂട്ടല്ലോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിരിക്കും. B ഡോട്ട് അല്ലേ, ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0I. നോക്കണം, മറ്റൊരു ചാപ്റ്ററാണ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. പറഞ്ഞ മക്കളെ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയിലെ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ഒന്നും പറയേണ്ടതില്ല, ആരെന്നായിരിക്കും, ബോർ മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ടാണ്. മറക്കരുത്, ബോർ മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷനിൽ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാത്രമല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ സീരീസുകൾ ഏതാണ്, ലേമൻ സീരീസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ലേമൻ, ബാൽമർ, പാഷൻ, ഫണ്ട്, അത്തരത്തിലുണ്ടാകുന്ന സീരീസുകൾക്കും ഇതിൽ എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, എന്തായിരുന്നാലും ഈ ഒരു ചാപ്റ്ററിലും നമ്മോട് ചോദിക്കാൻ പോകുന്നത് ഏകദേശം എന്ത് പറയാം, ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ ആണ്. അപ്പോൾ 2 to 4 ക്വസ്റ്റ്യൻസ് വരെ ഇതിലുണ്ടായിരിക്കാം. ഒരു 4 ക്വസ്റ്റ്യൻസ് വരെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പ്രതീക്ഷിക്കണേ. അതിൽ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ബോർ മോഡൽ ഓഫ് ആറ്റവും പിന്നെ പറഞ്ഞ ലേമൻ ബാൽമർ സീരീസുകളും, അതേപോലെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾ നോക്കണേ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് DK ആണ്. ആൽഫ, ബീറ്റ, ഗാമ DKസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ DKയുമായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ, DKs എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സാധനം എന്താ വെച്ചാൽ ആ മാസ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, E=Δmc². അപ്പോൾ മാസ് ഡിഫക്റ്റുമായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഓർത്തിരിക്കണേ. അതേപോലെ തന്നെ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻസ് ഓർമ്മയുണ്ട്. R ഈസ് പ്രൊപ്പോർഷണൽ ടു A⁻² അല്ലേ 1/3 എന്നൊക്കെ പറഞ്ഞ റിലേഷൻസ് മനസ്സിലുണ്ടല്ലോ. നോക്കണേ, അതും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നോക്കണേ, മറ്റൊന്ന് ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് EMI ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പറഞ്ഞേ, EMIയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് EMF, ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഭാഗങ്ങളും കൂടി എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കണേ. ഇതിൽ നമുക്ക് ഏകദേശം എന്ത് പറയാം, ഒരു 1 to 2 ഒരു 2 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സെക്ഷനാണ് EMI എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോണേ. ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററാ. നോക്കേ, ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആണല്ലോ. നമുക്കറിയാം ഇവിടുന്ന് എന്തുണ്ടാവും, ഒരു 1 to 2 ക്വസ്റ്റ്യൻസ്, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും ഇവിടുന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാവുന്ന 2 ഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനോ അതല്ലെങ്കിൽ അവിടുന്ന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മണ്ടല്ലോ. സോ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന ഡുവൽ നേച്ചറിൽ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് വൺ റേ ഒപ്റ്റിക്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ 3 ഭാഗം വളരെ പ്രധാനപ്പെട്ട് പഠിച്ചിരിക്കണേ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, കോമ്പിനേഷൻ ഓഫ് ലെൻസ്, പ്രിസം
എന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ എക്സാമിന് പഠിക്കാതെ ഈ റേ ഓപ്റ്റിക്സ് നിന്ന് പോകരുത്. പ്രത്യേകിച്ച് ഈ കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ പലപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു രീതി. അതേപോലെ തന്നെ പ്രിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിൽ നിങ്ങൾ ഏതും കൂടി പഠിച്ചിരിക്കും നല്ലതായിരിക്കും. അവസാനം നമ്മൾ എന്ത് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ടെലസ്കോപ്പിനെ കുറിച്ചും മൈക്രോസ്കോപ്പിനെ കുറിച്ചും, സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ആ 3 ഡിവൈസിനെ കുറിച്ച് കൂടി എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് വേവ് ഒപ്റ്റിക്സ് ഒരു സംശയം വേണ്ട. വേവ് ഒപ്റ്റിക്സിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അതിൻ്റെ കൂടെ തന്നെ ആംപ്ലിറ്റ്യൂഡിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെയും റിസൾട്ട് ഉപയോഗിച്ചുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇൻറ്റൻസിറ്റി റിലേഷൻ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്. പറഞ്ഞേ എ നെറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് പറയും A2 സ്ക്വയർ പ്ലസ് 2 റൂട്ട് അല്ലെ 2A1 A2 കോസ് തീറ്റ ഇക്വേഷൻ ഓർമ്മയുണ്ട്. സോ അത്തരത്തിലുണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിൻ്റെയും ഇൻറ്റൻസിറ്റിയും റിലേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരു ഭാഗം കൂടി മറന്നു പോകരുത്. പോളറൈസേഷനായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാലൂസ് ലോയും ബ്രിസ്റ്റേഴ്സ് ലോയും വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ഈ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കണം. ഓക്കെ, വേവ് ഒപ്റ്റിക്സിലും നമുക്ക് ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. എന്തായാലും 2 അതിൽ കൂടുതൽ ഒരു 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ചാപ്റ്ററിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നോക്കി, ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. പറഞ്ഞേ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എല്ലാവർക്കും നമുക്ക് എന്തായാലും അറിയാം, ഒരു എബവ് 60% വരെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു ഭാഗമാണ് ലോജിക് ഗേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ മക്കളെ? ഈ ഒരു ചാപ്റ്ററിൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, നമ്മുടെ സിലബസിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൽ ചോദിക്കാവുന്ന 2 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഒരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. അതിലൊന്നാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് പഠിക്കാതെ പോകരുത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലോജിക് ഗേറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതിന് കൂടെ തന്നെ ഡയോഡിൻ്റെ സർക്യൂട്ട് ക്വസ്റ്റ്യൻസുകൾ ഓർത്തിരിക്കണം. ഡയോഡിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്തിട്ട് ആ ഒരു റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട്. യെസ്, ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യണം, ഈ കാണുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ റെക്ടിഫയർ പറയുന്നുണ്ട്. സിമിലർലി ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം. സെമി കണ്ടക്ടർ ടൈപ്പ് ആകെ 2 ടൈപ്പേ ഉള്ളൂ, ഇൻറ്റൻസിക് ആൻഡ് എക്സ്റ്റൻസിക്. എക്സ്റ്റൻസിക് 2 ടൈപ്പേ ഉള്ളൂ, N P ഓർത്തിരിക്കണേ. ആ ഒരു ഭാഗം കൂടി ഇതിൽ നമുക്ക് വളരെ സിമ്പിൾ സെക്ഷനാണ്. ലോജിക് ഗേറ്റ്സ് ആണ് ഒന്ന് പ്രോബ്ലംസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാനുണ്ടാവുന്നത്. പിന്നെ ഡയോഡിൻ്റെ സർക്യൂട്ടുകൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചത് കൊണ്ട് അത് നമുക്ക് ഇവിടെ വല്ല പ്രയാസം ഉണ്ടാവില്ല. പിന്നെ റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ്, ഫുൾ വേവിലെ ബ്രിഡ്ജ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയേഴ്സ് ഓർത്തിരിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് സെമി കണ്ടക്ടേഴ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നോക്കണേ, സിമിലർലി മറ്റൊരു ചാപ്റ്ററാണ് വേവ്സ്. നോക്കണേ, EM വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കണം. ഈ ഒരു ചാപ്റ്ററിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട് പറയാവുന്നത് ഒന്ന് E0/B0 = C. ആ റിലേഷൻ മറന്നു പോകരുത്. ആ റേഷ്യോ നമുക്ക് എപ്പോഴും സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അതേപോലെ തന്നെ യൂസ് ഓഫ് EM വേവ്സുകളുടെ യൂസുകളും ആ ഒരു ഇക്വേഷൻ മറന്നു പോകരുത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പറഞ്ഞ E = E0 സൈൻ എന്തായിരുന്നു, ωt-kx. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ B0 സൈൻ എന്ത് കിട്ടിയിരുന്നു, ωt-kx എന്ന് പറഞ്ഞ ഇക്വേഷനുമായി ബന്ധപ്പെട്ട്, അഥവാ E0/B0 എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോബ്ലംസും കൂടി ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഥവാ വേവ്സുമായിട്ട് കണക്ട് ചെയ്തുള്ള പ്രോബ്ലംസ് ഒന്ന് വേണം. നോക്കണേ, ഇതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു ചാപ്റ്ററുകൾ, അഥവാ നമുക്കറിയാം നെക്സ്റ്റ് വൺ നമുക്കെന്ന് പറയാൻ പറ്റുന്നത് ദാറ്റ് ഈസ് AC അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. മക്കളെ, AC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ടത് L ഓൺലി സർക്യൂട്ട്, C ഓൺലി സർക്യൂട്ട്, R ഓൺലി സർക്യൂട്ട്, അതേപോലെ തന്നെ RLC സർക്യൂട്ട്, അതിൻ്റെ റെസണൻസ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിൻ്റെ റിലേഷനുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ പഠിച്ചാൽ തന്നെ ഇതിൽ ഏകദേശം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്തായാലും EM വേവ്സിൽ നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഈ പറഞ്ഞ AC അൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1-2 അല്ലെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലെന്ത് ചെയ്യാറുണ്ട്, ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാറുണ്ട്. മക്കളെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു വലിയൊരു എക്സാമിനെയാണ്.
അപ്പോൾ ഈ എക്സാമിന് നേരിടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞത് ഈ ഭാഗങ്ങൾ പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു സ്കോർ അല്ലെങ്കിൽ നീറ്റിലൊരു 700+ വാങ്ങിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. മിനിമം എന്ത് ചെയ്യണം, ഈ കാണുന്ന ഭാഗങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കണേ, എല്ലാം പഠിച്ചവരുണ്ടാവും. പഠിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് അവസാനമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് വെരിഫൈ ചെയ്തേക്കണം. അല്ലാത്തവരുണ്ടെങ്കിൽ, ഒന്നും പഠിക്കാത്തവരുണ്ട് എങ്കിൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മിനിമം എന്ത് ചെയ്യണം, ഫിസിക്സിൽ ഈ കാണുന്ന ഭാഗത്തുണ്ടാകുന്ന ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, പോകണം എന്നുള്ളതാണ്. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, നീറ്റ് 2024 നല്ല സീരിയസ് ആയിട്ട് നോക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് റൈസ് ഒരു 1 ഷോട്ട് സീരീസ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ആയിട്ട് ഏകദേശം 10 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ടീച്ചേഴ്സുകളുമാണ് ഈ ഒരു ഫീൽഡിലേക്ക്, നിങ്ങളെ ഈ 1 ഷോട്ട് സീരീസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഈ 21-ാം തീയതി മുതൽ കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം. നമ്മുടെ 1 ഷോട്ട് സീരീസുകൾ കൃത്യമായിട്ട് എല്ലാ ഭാഗവും ഫോളോ ചെയ്യുന്ന രൂപത്തിൽ, എല്ലാ പോർഷൻസും ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്, അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിൽ കൂടെ തന്നെ ഉണ്ടായിരിക്കണം.